കമ്മ്യൂണിസം ലോകത്തെ ഇത്രമാത്രം ഇളക്കിമറിച്ച മറ്റൊരു ആശയം ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. സോവിയറ്റ് യൂണിയന്റെ പിറവിക്ക് കാരണമായ റഷ്യൻ സിവിൽ വാറും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ രൂപീകരണത്തിന് വഴിവെച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് റവല്യൂഷനും റിപ്പബ്ലിക് ഓഫ് ക്യൂബയുടെ രൂപീകരണത്തിന് കാരണമായ ക്യൂബൻ റവല്യൂഷനുമെല്ലാം കമ്മ്യൂണിസം എന്ന ആശയത്തെ പിൻപറ്റി ലോകത്ത് നടന്ന നൂറുകണക്കിന് വിപ്ലവങ്ങളിൽ ചിലത് മാത്രം. ശക്തരായ ഭരണാധികാരികളെ തുരത്തിയെറിയാനും പുതിയ ഭരണ സംവിധാനം സ്ഥാപിച്ചെടുക്കുവാനും ലോക ചരിത്രത്തിന്റെ ഗതിയിൽ വലിയ സ്വാധീനം ചെലുത്തുവാനും തക്ക ശക്തിയുള്ള കമ്മ്യൂണിസം എന്ന ആശയം അടിസ്ഥാനപരമായി എന്താണെന്നറിയാമോ? സോഷ്യലിസവും കമ്മ്യൂണിസവും തമ്മിലുള്ള ബന്ധവും അതിനേക്കാൾ ഉപരി അവ തമ്മിലുള്ള വ്യത്യാസവും എന്താണെന്നറിയാമോ? ഈ ആശയങ്ങൾ ആധുനിക ലോകത്തിന് എന്തെങ്കിലും ഗുണമോ അതോ ദോഷമോ ചെയ്യുന്നുണ്ടോ? 7 മിനിറ്റ് സ്റ്റോറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് കമ്മ്യൂണിസം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ജർമ്മൻ ഫിലോസഫർ ആയിട്ടുള്ള കാറൽ മാർക്സ് ആണെന്നാണ്. എന്നാൽ കമ്മ്യൂണിസം എന്ന പദം ആദ്യമായി ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നത് 1793 നിക്കോളാസ് റെസ്റ്റിഫ് ഡി ലാബ്രിഡോൺ എന്ന ഫ്രഞ്ച് എഴുത്തുകാരനാണ്. എന്നാൽ ക്രിസ്തുവിന് മുൻപ് ഗ്രീക്ക് തത്വചിന്തകരായിരുന്ന പ്ലേറ്റോയും അരിസ്റ്റോട്ടിലുമെല്ലാം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ചേർന്ന് പോകുന്ന ക്ലാസ്ലെസ് സൊസൈറ്റിയെ പറ്റി പരാമർശിച്ചിട്ടുള്ളതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ജനാറ്റി സുഗാനോവ് ക്രിസ്തുവാണ് ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് ഒരിക്കൽ പരാമർശിക്കുകയുണ്ടായി. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങളെപ്പോലുള്ളവർക്കാണ് സ്വർഗരാജ്യമെന്നും ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാളും എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണ് എന്നുമെല്ലാം പറഞ്ഞു വെച്ച ക്രിസ്തുവിലുമുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ നൂറ്റാണ്ടുകളായി ലോക ചരിത്രത്തിൽ ഒരു നിഴൽ പോലെ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം കാണപ്പെട്ട ഈ കമ്മ്യൂണിസം എന്ന ആശയത്തെ ആധുനിക ലോകത്തിന് മുൻപിൽ ക്യാപിറ്റലിസത്തിന് ബദലായ ഒരു സാമൂഹിക സാമ്പത്തിക സംവിധാനമായി അവതരിപ്പിക്കുന്നത് ജർമ്മൻ ഫിലോസഫേഴ്സ് ആയിരുന്ന കാറൽ മാർക്സും ഫ്രെഡറിക് എംഗൽസും ചേർന്ന് ദാസ് ക്യാപിറ്റൽ എന്ന പുസ്തകത്തിലൂടെയാണ്. ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തിയറി ഓഫ് ഹിസ്റ്റോറിക്കൽ റെവല്യൂഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് കമ്മ്യൂണിസത്തെ മനസ്സിലാക്കാൻ പോകുന്നത്. 1700കളുടെ അവസാനത്തിലും 1800കളിലുമായി സംഭവിച്ച ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായി ധാരാളം വ്യാവസായിക സ്ഥാപനങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലുമായി വളർന്നു വരികയും ഈ വ്യവസായ സ്ഥാപനങ്ങളിലെല്ലാം വലിയ തോതിൽ തൊഴിലാളികൾ ചൂഷണത്തിന് വിധേയരാവുകയും ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലാണ് കാറൽ മാർക്സ് തന്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി മുന്നോട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ തിയറി ഓഫ് ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ അനുസരിച്ച് ലോക ചരിത്രം അതിന്റെ ആരംഭം മുതൽ ഇതുവരെയും മുന്നോട്ട് പോകുന്നത് വ്യത്യസ്ത എക്കണോമിക് ക്ലാസുകൾ തമ്മിലുള്ള സംഘർഷങ്ങളിലൂടെ ആണെന്നും എക്കണോമിക് ക്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വശത്ത് അടിച്ചമർത്തുന്നവരും മറുവശത്ത് അടിച്ചമർത്തപ്പെടുന്നവരുമാണ് എന്നും പറഞ്ഞു വെക്കുന്നു. ഓരോ കാലഘട്ടത്തിലും ഉടലെടുത്ത് വന്നിട്ടുള്ള പരസ്പരം സംഘർഷത്തിലായിരിക്കുന്ന ഈ ക്ലാസുകളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് ലോക ചരിത്രത്തെ അദ്ദേഹം 6 വ്യത്യസ്ത ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. പ്രിമിറ്റീവ് കമ്മ്യൂണിസം, സ്ലേവ് സൊസൈറ്റി, ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം. ഇതിൽ ആദ്യത്തെ ഘട്ടമാണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം. ഈ ഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമൂഹം ഒന്നും തന്നെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നില്ല. മൃഗങ്ങളെ വേട്ടയാടിയും പഴങ്ങളും കായ്കളും പറിച്ചു തിന്നുമെല്ലാം അവരങ്ങനെ ജീവിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആരും തന്നെ സ്വകാര്യമായി സമ്പാദിച്ചു വെക്കുകയോ സമൂഹത്തെ പ്രത്യേക ക്ലാസുകളായി തരംതിരിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു കാലം. അതിനുശേഷം വരുന്ന ഘട്ടമാണ് സ്ലേവ് സൊസൈറ്റി. ഈ കാലഘട്ടത്തിലാണ് മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിക്കുന്നത്. കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ സമൂഹത്തിലെ കുറച്ചുപേർ സ്വന്തമാക്കി വെക്കുകയും മറ്റൊരു വിഭാഗം പ്രത്യേകിച്ച് ഒന്നും സ്വന്തമായില്ലാതെ കൃഷിത്തോട്ടങ്ങളിൽ അടിമകളെ പോലെ ജോലി ചെയ്യുകയും ചെയ്യുന്നു. ചരിത്രത്തിൽ മൂന്നാമതായി വരുന്ന ഘട്ടമാണ് ഫ്യൂഡലിസം. ഈ ഒരു കാലഘട്ടത്തിലാണ് വലിയ തോതിൽ ഭൂമി സ്വന്തമാക്കി വച്ചിരിക്കുന്ന രാജാക്കന്മാരും ലാൻഡ് ലോഡ്സും കച്ചവടക്കാരുമെല്ലാം ഉണ്ടാകുന്നത്. അവരുടെ ഭൂമിയിൽ തൊഴിലാളികളായി പണിയെടുക്കുന്ന മറ്റൊരു വിഭാഗവും ഉണ്ടാകുന്നു. അതിനുശേഷം വരുന്ന 4ാമത്തെ ഘട്ടമാണ് ക്യാപിറ്റലിസം. ഈ ഘട്ടം ആരംഭിക്കുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനോട് കൂടിയാണ്. വലിയ തോതിൽ ഉൽപാദനം നടത്തുന്ന ധാരാളം വ്യവസായ സംരംഭങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉടലെടുത്തു വരുന്നു. ഈ വ്യവസായങ്ങൾ സ്വന്തമാക്കി വച്ചിരിക്കുന്ന മുതലാളിത്ത വർഗവും ഈ വ്യവസായങ്ങളിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളി വർഗവുമാണ് ഈ ഘട്ടത്തിന്റെ പ്രത്യേകത. മുതലാളി വർഗത്തെ ബൂർഷ്വാസി എന്നും തൊഴിലാളി വർഗത്തെ പ്രൊലിറ്ററേറ്റ് എന്നുമാണ് കാറൽ മാർക്സ് വിശേഷിപ്പിക്കുന്നത്. ഇനിയുള്ള 2 ഘട്ടങ്ങൾ സോഷ്യലിസവും കമ്മ്യൂണിസവും. അത് ചരിത്രത്തിന്റെ ഭാഗമല്ല, മറിച്ച് ലോകം ഇനി ഭാവിയിൽ കടന്നു പോകാൻ പോകുന്ന ഘട്ടങ്ങളാണ്. ഇതിൽ സോഷ്യലിസം എന്ന ഘട്ടത്തിൽ തൊഴിലാളി വർഗം മുതലാളിത്തത്തിനെതിരെ സംഘടിക്കുകയും മുതലാളിമാർ കൈയടക്കി വെച്ചിരിക്കുന്ന അധിക സമ്പത്ത് പിടിച്ചടക്കുകയും ചെയ്യുന്നു. അവസാന ഘട്ടമായ കമ്മ്യൂണിസം എന്നുള്ളത് ഈ സമ്പത്തെല്ലാം തുല്യമായി വീതിക്കപ്പെട്ട് സമൂഹത്തിൽ ഒരു തരത്തിലും വേർതിരിവുകളും ഇല്ലാതെ ആരും ആരെയും ഭരിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യാതെ എല്ലാം എല്ലാവരുടെയുമായി ജീവിക്കുന്ന തുല്യതയുടെ ഒരു ലോകമാണ്.
ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസം എന്നുള്ളത് എല്ലാ സമ്പത്തും തുല്യമായി വീതിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി ആണെങ്കിൽ സോഷ്യലിസം എന്നുള്ളത് ആ സൊസൈറ്റിയിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴിയോ പ്രവർത്തനമോ പ്രോസസ്സോ ഒക്കെയാണ്. ഇനിയാണ് നമ്മുടെ അവസാനത്തെ ചോദ്യം. ഈ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ആധുനിക കാലത്തെ സമൂഹത്തിന് എന്തെങ്കിലും ഗുണമോ അല്ലെങ്കിൽ ദോഷമോ ഉണ്ടാക്കുന്നുണ്ടോ? കമ്മ്യൂണിസം എന്ന ആശയത്തിന്റെ കുടക്കീഴിൽ നടന്ന പല സംഘടിത വിപ്ലവങ്ങളും ലോകത്തിൽ ഒരുപാട് പോസിറ്റീവ് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്ന വയലാർ പുന്നപ്ര സമരമൊക്കെ അതിന് നല്ലൊരു ഉദാഹരണമാണ്. എന്നാൽ കമ്മ്യൂണിസം എന്ന ആശയം മാത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അത് സമൂഹത്തിന്റെ ലോങ് ടേമിലേക്കുള്ള ഒരു വളർച്ചയ്ക്ക് നല്ലതല്ല എന്നുള്ളതാണ് വസ്തുത. ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവർക്കുമായി തുല്യമായി വീതിക്കപ്പെടുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ ആശയം അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ നടപ്പാക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതായത് എല്ലാ പാർട്ടി പ്രവർത്തകരും സ്വന്തമായി ഒന്നും സമ്പാദിച്ചു വെക്കാതെ എല്ലാം എല്ലാവർക്കുമായി തുല്യമായി വീതിച്ചു കൊടുക്കണം എന്ന അവസ്ഥ വന്നാൽ എങ്ങനെയായിരിക്കും പാർട്ടി നേതാക്കൾ തുടങ്ങി പാർട്ടി പ്രവർത്തകർ വരെ പ്രതികരിക്കുക? രണ്ടാമതായി, എല്ലാവർക്കും എല്ലാം തുല്യമായാണ് ലഭിക്കുന്നതെങ്കിൽ ആരും കഠിനാധ്വാനം ചെയ്യാൻ പിന്നീട് തയ്യാറാവുകയില്ല. കൂടുതൽ കഷ്ടപ്പെടുന്നവന് കൂടുതൽ കിട്ടുമെന്ന ഉറപ്പുള്ളത് കൊണ്ടും ആ കോമ്പറ്റീഷൻ നിലനിൽക്കുന്നത് കൊണ്ടും തന്നെയാണ് ലോകത്തിൽ വലിയ സ്ഥാപനങ്ങളും സംരംഭങ്ങളും ഉണ്ടായി വന്നിട്ടുള്ളത് എന്നതും ലോകം ഇന്ന് കാണുന്ന വളർച്ചയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നതും പരമമായ ഒരു സത്യമാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡുമായി 7 Minute സ്റ്റോറിയിൽ വീണ്ടും കാണാം. നന്ദി.